വയനാട് മുണ്ടക്കയിലെ ജനങ്ങളുടെ സ്നേഹം ഓർത്തെടുക്കുകയാണ് ഹാരിസൺ പ്ലാന്റേഷനിൽ ഫീൽഡ് ഓഫീസറായിരുന്ന ജാഫർ അലി. 6 വർഷത്തെ സേവനത്തിന് ശേഷം മടങ്ങിയപ്പോൾ നാട്ടുകാർ ജാഫർ അലിക്ക് ഒരു പൊന്മോതിരമാണ് സമ്മാനിച്ചത്. മുണ്ടക്കയിൽ ആലേഖനം ചെയ്ത ആ മോതിരം നിധി പോലെ സൂക്ഷിക്കുകയാണ് തൃശൂർ സ്വദേശിയായ ജാഫർ. കാലം എത്ര കഴിഞ്ഞാലും വയനാട് ദുരന്തം ഒരു തീരാനോവായി മലയാളികളുടെ മനസ്സിൽ അങ്ങനെ നിൽക്കും. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരുടെ വിയോഗത്തിൽ നമ്മൾ കണ്ണീർ പൊഴിക്കുന്നു. അപ്പോൾ ഒരു നിമിഷമെങ്കിലും അവരോട് മിണ്ടിയവരുടെ വേദന എത്രത്തോളമായിരിക്കും. 27 വർഷത്തെ സേവനത്തിനിടയിൽ ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങൾ സമ്മാനിച്ചത് മുണ്ടക്കൈയാണെന്ന് ഹാരിസൺ പ്ലാന്റേഷനിലെ ഫീൽഡ് ഓഫീസറായിരുന്ന ജാഫർ അലി പറയുന്നു. എന്നെ അവരെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക്, ഒരു ഫീൽഡ് ഓഫീസർ എന്നുള്ള നിലയിൽ എല്ലാവരും നമ്മളെ കണ്ടുകൊണ്ടിരുന്നത്. അവരുടെ കുടുംബത്തിലൊരു അംഗം എന്ന രീതിയിലാണ് അവർ എന്നെ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. കാരണം ഒരു 6 വർഷം എന്ന് പറഞ്ഞാൽ എനിക്കത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇത്രയും 26-27 വർഷത്തെ സർവീസിനിടയിൽ എനിക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു 6 വർഷം നിമിഷങ്ങൾ തന്നെയാണത് എനിക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അതിനുശേഷം തന്നെ ഞാൻ അവിടെ 6 വർഷത്തോടു കൂടി പിന്നെ ഞാൻ അവിടുന്ന് പോകുന്നു. ആ സമയത്ത് എനിക്കൊരു യാത്രയപ്പും കാര്യങ്ങളൊക്കെ അവർ നൽകുണ്ടായി. അന്ന് ഒരു സ്വർണ്ണമോതിരമാണ് അവർ എനിക്ക് കൊടുത്തത്. ആ സ്വർണ്ണമോതിരത്തിനകത്ത് മുണ്ടക്കൈ എന്ന് അവർ ആലേഖനം ചെയ്തിട്ട് അങ്ങനെയാണ് എനിക്ക് കൊടുത്തത്. തങ്കത്തേക്കാൾ വിലമതിക്കുന്നതായിരുന്നു മുണ്ടക്കയിലെ ജനങ്ങളുടെ സ്നേഹം. അവർ ജാഫർ അലിക്ക് നൽകിയ ആ സ്വർണ്ണമോതിരം നിധി പോലെ സൂക്ഷിക്കുന്നു. അത് ഇന്ന് ഞാനൊന്ന് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അവരന്ന് അത് തരുമ്പോൾ തന്നെ, സാർ ഞങ്ങളുടെ സ്നേഹമാണ് ഞങ്ങൾ തരുന്നത്, ഇത് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന രീതിയിൽ എന്നോട് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ സൂക്ഷിക്കണം, ഞങ്ങളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി തരുന്നതാണ് എന്ന് പറഞ്ഞാണ് എനിക്ക് തന്നത്. പച്ചയായ സ്നേഹം മാത്രം മനസ്സിലുള്ള മനുഷ്യരാണ് മുണ്ടക്കയിലുണ്ടായിരുന്നത്. അവരെ ഇങ്ങനെ ഓർത്തെടുക്കേണ്ടി വരുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ നോവാണ്. 24 ഇടുക്കി.